ഹരേ കൃഷ്ണ. എല്ലാവർക്കും ലിബിദാസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് ചിലവില്ലാതെ വണ്ണം കുറയ്ക്കാൻ 10 ഭക്ഷണങ്ങൾ. വെളുപ്പിന് 4:30 എഴുന്നേറ്റ് വർക്കൗട്ട് ചെയ്തിട്ടും പേരിന് മാത്രം ഭക്ഷണം കഴിച്ച് ആവോളം പട്ടിണി കിടന്നിട്ടും വണ്ണം കുറയുന്നില്ലേ? എന്നാൽ ജിമ്മിൽ കാശ് കളയുന്നതിനും ഇഷ്ടമുള്ള ഭക്ഷണങ്ങളോടെല്ലാം ഗുഡ് ബൈ പറയുന്നതിന് മുമ്പ് ചില ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തി നോക്കൂ. വെറും ദിവസങ്ങൾ കൊണ്ട് തന്നെ മാറ്റം തിരിച്ചറിയാം. അടുക്കളയിൽ തന്നെ ലഭ്യമാകുന്ന സാധാരണ പച്ചക്കറികളും മറ്റുമാണ് മാജിക് പോലെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നവ. ഇനി ചിലവില്ലാതെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന 10 ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതില് ആദ്യത്തെ ഭക്ഷണമാണ് ഉരുളക്കിഴങ്ങ്. ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമമാണത്രേ ഉരുളക്കിഴങ്ങ്. ഉയർന്ന അളവിൽ കാർബോഹൈഡ്രേറ്റും കുറഞ്ഞ അളവിൽ കലോറിയുമുള്ള ഉരുളക്കിഴങ്ങ് മെറ്റാബോളിസത്തെ സുഗമമാക്കുകയും ഭാരം വർദ്ധിക്കുന്നത് തടയുകയും ചെയ്യുന്നു. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ഒരു പ്ലേറ്റ് കഴിച്ചാൽ വയറ് നിറയുമെങ്കിലും വെറും 100 കലോറി മാത്രമേ ഇത് പ്രദാനം ചെയ്യുന്നുള്ളൂ. ഇനി വണ്ണം കുറയാൻ സഹായിക്കുന്ന രണ്ടാമത്തെ ഭക്ഷണമാണ് ഇഞ്ചി. വണ്ണം കുറയ്ക്കണമെങ്കിൽ വൈകാതെ ഇഞ്ചിയുമായി കൂട്ടുകൂടുന്നതാണ് നല്ലത്. ഒരു കഷ്ണം ഇഞ്ചി തേനിൽ ചേർത്ത് കഴിച്ചുകൊണ്ട് ഒരു ദിവസം തുടങ്ങാം. ഇതിൽ അടങ്ങിയിരിക്കുന്ന വോളറ്റൈൽ ഓയിൽ മെറ്റബോളിസത്തെ ത്വരിതപ്പെടുത്തി വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നു. വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന മൂന്നാമത്തെ ഭക്ഷണമാണ് നാരങ്ങ വെള്ളം. മിക്ക അടുക്കളകളിലും സുലഭമാണ് നാരങ്ങ. കുടവയർ കുറയ്ക്കാൻ നാരങ്ങയ്ക്കുള്ള കഴിവ് പരസ്യമാണ്. നാരങ്ങ ജ്യൂസും തേനുമായി ചേർത്ത വെള്ളം കുടിച്ച് ദിവസം തുടങ്ങുന്നത് വണ്ണം കുറയ്ക്കാൻ സഹായിക്കും. വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന അടുത്ത ഭക്ഷണമാണ് വാട്ടർമെലൻ അഥവാ തണ്ണിമത്തൻ. തണ്ണിമത്തനിൽ ഏറ്റവും അധികം ഉള്ളത് വെള്ളമാണ്. ഭക്ഷണത്തിന് മുൻപ് തണ്ണിമത്തൻ കഴിക്കുന്നത് അമിത കലോറികളൊന്നും എത്തിപ്പെടാതെ വയർ നിറയ്ക്കും. ഇത് കൂടുതൽ ഭക്ഷണം കഴിക്കണമെന്ന തോന്നൽ ഇല്ലാതാക്കുകയും ചെയ്യും. വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന അടുത്ത ഭക്ഷണമാണ് വെള്ളരിക്ക. കണ്ണിന് മുകളിലെ കറുപ്പകറ്റാനും സാലഡിൽ ഇടാനും മാത്രമല്ല വണ്ണം കുറയ്ക്കുന്നതിലും വെള്ളരിക്കയ്ക്ക് പ്രധാന പങ്കുണ്ട്. തണ്ണിമത്തനിലേതുപോലെ തന്നെ ധാരാളം വെള്ളം അടങ്ങിയ പച്ചക്കറിയാണ് വെള്ളരിക്ക. 100 ഗ്രാം വെള്ളരിക്കയിലൂടെ വെറും 45 കലോറി മാത്രമേ ശരീരത്തിന് ലഭിക്കൂ. വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന അടുത്ത ഭക്ഷണമാണ് വെളുത്തുള്ളി. വണ്ണം കുറയ്ക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ ആഹാരത്തിൽ വെളുത്തുള്ളിയും ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. കുടവയർ കുറയ്ക്കാൻ സഹായിക്കുന്ന വെളുത്തുള്ളി ശരീരത്തിലെ കൊഴുപ്പിനെ വലിച്ചെടുക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന അടുത്ത ഭക്ഷണമാണ് ബീൻസ്. ചിലർക്ക് ബീൻസ് കഴിക്കുന്നത് ഇഷ്ടമേ അല്ല. എന്നാൽ ബീൻസ് വണ്ണം കുറയ്ക്കുമെന്ന് കേട്ടാലോ? നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള ബീൻസ് ദഹന പ്രക്രിയയെ സുഗമമാക്കും. ഇവയിൽ അടങ്ങിയിരിക്കുന്ന പെക്റ്റിൻ ഏറെ നേരത്തേക്ക് വയർ നിറഞ്ഞ അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും. വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന അടുത്ത ഭക്ഷണമാണ് മഞ്ഞൾ. അടുക്കളയിലെ അവിഭാജ്യ ഘടകമായ മഞ്ഞളിനും ശരീരഭാരം കുറയ്ക്കുന്നതിൽ പ്രധാന പങ്കുണ്ട്. മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന സർക്യൂമിൻ കൊഴുപ്പിന് കാരണമായ ലെപ്റ്റിനും ഒപ്പം ഇൻസുലിനും കുറയ്ക്കും. വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന അടുത്ത ഭക്ഷണമാണ് കൂവക്കിഴങ്ങ്. ഭാരം കുറയ്ക്കേണ്ടവർ ഡയറ്റിൽ കൂവക്കിഴങ്ങിനെയും ഉൾപ്പെടുത്താം. ധാരാളം പ്രോട്ടീൻ അടങ്ങിയതും കലോറി തീരെ കുറഞ്ഞതുമായ കൂവ വണ്ണം കുറയ്ക്കാൻ ഫലപ്രദമാണ്. വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന 10ാമത്തെ ഭക്ഷണമാണ് കാരറ്റ്. കലോറിയും കൊഴുപ്പും തീരെ കുറഞ്ഞ കാരറ്റ് മെറ്റബോളിസം വർദ്ധിപ്പിക്കും. ദിനവും 1 ഗ്ലാസ് കാരറ്റ് ജ്യൂസ് കുടിക്കുന്നത് കൊഴുപ്പിനെ ഇല്ലാതാക്കുകയും അതുവഴി അമിതഭാരം കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പൊ വണ്ണം കുറയ്ക്കാനുള്ള ഭക്ഷണങ്ങളെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഉപകാരപ്രദമായെന്നും വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്.